എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പെൻസിൽ പൗച്ചിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. സ്കൂൾ തുറന്നു വരുന്ന സമയമായതുകൊണ്ട് ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും. അതേപോലെ നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ നമുക്ക് ഇതുപോലെ പൗച്ച് തയ്ച്ചു കൊടുത്തിട്ട് വരുമാനം നേടാനും സാധിക്കും. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ കോട്ടൺ ഫാബ്രിക്കാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഒരു പീസ് ലൈനിങ്ങിനും ഒരു പീസ് മെയിൻ ഫാബ്രിക്കുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ പേപ്പർ ക്യാൻവാസും എടുത്തിട്ടുണ്ട്. നമുക്ക് ലൈനിങ് ആയിട്ട് വരുന്ന ഭാഗത്ത് പേപ്പർ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കണം. ലെങ്ത് 11 ഇഞ്ചും വിഡ്ത്ത് 10 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഞാനൊരു സിബും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത പീസ് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ പശയുള്ള ഭാഗം ചേർത്ത് വെച്ച് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക്. ഇതാണ് ചീത്ത ഭാഗമായിട്ട് കണക്കാക്കുന്നത്. നമ്മുടെ ക്യാൻവാസ് വെച്ച ഭാഗമാണ് ചീത്ത ഭാഗമായിട്ട് കണക്കാക്കുന്നത്. ഇതുണ്ടല്ലേ, ഈ ഒരു ഭാഗം. ചീത്ത ഭാഗത്തിന് മുകളിൽ നമ്മുടെ മെയിൻ പീസ് വെച്ചിട്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഇനി നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് വീതിയുള്ള ഭാഗത്ത്, നീളം സൈഡല്ല വീതി സൈഡിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ഇതേപോലെ സിബ് എടുത്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് തുണിയുടെ നല്ല വശത്തേക്ക് സിബിൻ്റെ നല്ല വശം ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ ചുരിദാറിലൊക്കെ സിബ് വയ്ക്കുന്ന പോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. കെട്ടിട്ട് നിർത്തുക. അതിനുശേഷം ഇതേപോലെ നമുക്ക് സിബൊന്ന് ഇട്ടിട്ട് നമ്മുടെ തുണിയിലേക്ക് തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു വശത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറുഭാഗം നമ്മുടെ നല്ല വശം അകത്തേക്ക് പോകുന്ന രീതിയിൽ വേണം ഇരിക്കാൻ കേട്ടോ. എന്നിട്ട് മറുഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് സിബിൻ്റെ മറു സൈഡിൽ വെച്ചിട്ട് നമുക്ക് സിബിൻ്റെ മുകളിലൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് സിബ് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം മറുഭാഗവും പതിച്ചടിച്ചെടുക്കാം. ഇതുണ്ട്, ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ അകത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് നല്ല രീതിയിലൊന്ന് പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് സിബൊന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ സിബ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കറക്റ്റ് സിപ്പിൻ്റെ ആ ലോക്ക് വരുന്ന ഭാഗം കറക്റ്റ് സെൻറ്ററായിട്ട് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ താഴെ ഭാഗത്ത് ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സിബിൻ്റെ ആ സെൻറ്ററില്ല, ആ സെൻറ്ററിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത ഭാഗം ചേർത്ത് വെച്ചതിന് ശേഷം കെട്ടിട്ട് 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മറുഭാഗവും ചെയ്തെടുക്കാം. സിബ് ഊരിയിട്ട് കുറച്ച് അകത്തേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം ഇതുണ്ട്, ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ സിബിൻ്റെ ആ 2 ഭാഗം നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം കെട്ടിട്ട് തുടങ്ങി സിബിൻ്റെ ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ ശരിക്കും അടുപ്പിച്ച് പിടിച്ചിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് സിബിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ ഒന്ന് 2 സൈഡിലും കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മുടെ എല്ലാ കോർണറും ഓരോ ഇഞ്ച് വീതം ഒരു ബോക്സ് ആക്കി വരച്ചെടുക്കാം. 4 കോർണറും ഇതേപോലെ വരച്ചെടുക്കണം. ഇതേപോലെ 4 സൈഡിലും ഒന്ന് വരച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 4 കോർണർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സൈഡ് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം അതിൻ്റെ സ്റ്റിച്ചിങ് വിട്ടുപോയിട്ട് കാണും. അതൊന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ 2 സൈഡും ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചെയ്യണേ. അതിനുശേഷം നമ്മളുടെ ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്ററും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് നിവർത്തിയെടുത്തിട്ട് ആ കോർണർ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമുക്ക് ഈ കോർണറുകളെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ രീതിയിൽ 4 കോർണറും സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ സിബൊന്ന് ഓപ്പൺ ചെയ്യാം. അകത്തു കൂടെ നമ്മൾ ഇച്ചിരി ഗ്യാപ്പിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്കതിലൂടെ നമ്മുടെ സിപ്പൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് ആ കോർണറുകളെല്ലാം കറക്റ്റായിട്ട് നമുക്കൊന്ന് നീറ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നോക്കി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പൗച്ചിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനും പറ്റും. ബൈ.